നന്നായിട്ട് കഴിക്ക. ഇന്നലെ രാത്രി അധികമൊന്നും കഴിച്ചില്ലല്ലോ. അമ്മയെ മോൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അമ്മ പാവല്ലേ. ചുറ്റുമുള്ള എല്ലാവരോടും അമ്മ നന്നായി അല്ലേ പെരുമാറുന്നേ. പിന്നെന്തിനാ മോൾക്ക് അങ്ങനെ തോന്നുന്നേ? ഞാൻ അച്ഛൻ്റെ കൂടെ അല്ലേ നിൽക്കുന്നത്. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ട്. അച്ഛന്റെ കൂടെ മോള് നിൽക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ദേഷ്യമൊന്നും ഉണ്ടാവില്ല. സ്നേഹാന്റിയോട് അമ്മയുടെ അരണങ്ങളുടെയും കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ, അതിന്റെ ദേഷ്യ. അമ്മ എന്നോട് അതിന്റെ കണക്ക് തീർക്കും. ഒരിക്കലും ഉണ്ടാവില്ല. സ്നേഹയോട് മോളത് പോയി പറഞ്ഞു എന്നുള്ളത് മോളുടെ പ്രായത്തിൽ കാണിക്കാവുന്ന ഒരു അബദ്ധമാ. അമ്മയ്ക്കത് മനസ്സിലാകും. ആ, മോൾ ഒരു കാര്യം ചെയ്യ. സ്നേഹത്തോടെ അമ്മയോടൊന്ന് സംസാരിക്ക. യാമി മോളെ അമ്മ ചേർത്തു പിടിക്കും. അവളുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, അമ്മമ്മ വെറുതെ പറയാ. എനിക്കറിയാം എന്താന്ന്. അത് എന്താ ലക്ഷ്മി ഇത്? കുട്ടിയെ ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ലേ? ഞാൻ വെറുതെ. വേണ്ട വേണ്ട, കുഞ്ഞിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും സംസാരിക്കണ്ട. സാരംഗ് എന്നോട് പറഞ്ഞത് അവളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് മാത്രമാ, അല്ലാതെ ഉപദേശിക്കാനും ശാസിക്കാനും ശിക്ഷിക്കാനും ഒന്നും അല്ല. ലക്ഷ്മിക്ക് മനസ്സിലായോ? മനസ്സിലായി. മോളത് കഴിക്കൂ. കുഞ്ഞുങ്ങളെ അല്ല പറയേണ്ടത്. അവര് വെറും കുഞ്ഞുങ്ങളാണെന്ന് കരുതി അവരുടെ മുന്നിൽ ആവശ്യമില്ലാത്തത് ചെയ്തു കൂട്ടുന്നവരെയാ പറയേണ്ടത്. നിനക്ക് വയ്യാത്തതല്ലേ ലക്ഷ്മി? അതിനിടയിൽ ഇനി ടെൻഷനും കൂടി എടുത്ത് നെഞ്ചിലിടണോ? അച്ഛൻ എപ്പോഴാ വരാന്ന് പറഞ്ഞേ? രാവിലെ വിളിക്കാന്ന് പറഞ്ഞു. ഇതുവരെ വിളിച്ചിട്ടില്ല. ഇപ്പൊ തന്നെ വിളിക്കുമായിരിക്കും. ഫാദർ, ഫാദർ. ആ, മോള് വന്നോ? ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുന്നു. ഹോസ്പിറ്റലിൽ ഒരു അർജന്റ് കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അരുണും ഇല്ലല്ലോ. മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ഫാദർ. സാരംഗ സ്ഥലത്തില്ല. പിന്നെ പിള്ളേരുടെ കാര്യവും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഓട്ടോ അല്ലേ. ഞാൻ മൈഥിലിയെ പരിചയപ്പെടുമ്പോഴും ഇക്കാര്യങ്ങളൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ മൈഥിലി ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, പറയാൻ പറ്റാവുന്ന കാര്യങ്ങളാങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കിപ്പോ അരുണിനെയും സ്നേഹയും കുറിച്ച് ചിന്തിക്കാം ഫാദർ. അതിന് ഞാൻ സമയം തെറ്റാതെ വന്നല്ലോ. അത് ശരിയാ. മൈഥിലി ഇങ്ങോട്ട് ഇരിക്കും. മൈഥിലി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ ഇതുവരെ റെഡിയായി കഴിഞ്ഞിട്ടുമില്ല. മൈഥിലി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് സമയത്തിന് വരികയും ചെയ്തു. അരുണേ, അരുണേ. വലിയ ഒരുക്കമാണല്ലോ. ഏയ്, എന്തൊരുക്കം? സ്നേഹാച്ചനൊന്നും ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ലല്ലോ. ചോദ്യം കേട്ടാ തോന്നും ഇവൻ കിടന്ന കിടപ്പിന്ന് എണീറ്റ് നമ്മുടെ കൂടെ പോരുക. 1.5 മണിക്കൂറായി. ഇവൻ എന്തൊക്കെയാ മുഖത്ത് വാരി തേക്കുന്ന കരുതിയിട്ടാ? എന്റെ പൊന്നു ഫാദർ, നാണം കിടത്തില്ലേ? ഒരു മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നമാണോ? മൈഥിലിക്ക് ഇവന്റെ മുറി ഒന്ന് പരിശോധിക്കണോ? വേണ്ട വേണ്ട, അവൻ ചെറുപ്പമല്ലേ ഫാദർ. പിന്നെ അരുണിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ നല്ലതേതാ മോശം ഏതാന്നൊക്കെ വ്യക്തമായിട്ട് തിരിച്ചറിയാം. അവൻ ചെയ്തോട്ടെ. ആ, ബെസ്റ്റ്. ലൈസൻസും കൊടുത്തു. ഇനി ഇവരെ ഞാൻ ചന്തയിലോട്ട് പറഞ്ഞയക്കണമെങ്കിലേ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. ഫാദർ ഒന്നും മതിയാക്കുന്നുണ്ടോ? നമുക്ക് ഇറങ്ങണ്ടേ? മാമിന് ഇന്ന് വേറെന്തെങ്കിലും എൻഗേജ്മെന്റ്സ് ഉണ്ടോ? എനിക്കൊരു കുടുംബമുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലും ഉണ്ട്. ഓഫ്, ഞാൻ അതല്ല ചോദിച്ചത്. വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോന്നാ. തൽക്കാലം ഇല്ലെന്ന് വെച്ചോളൂ. എന്താ? ഒന്നുമില്ല. സ്നേഹയുടെ വീട്ടിൽ പോയി തിരിച്ചു വന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടി വിവാഹത്തിന്റെ കാര്യമൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു. ഇനി എന്ത് വിവാഹം? നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ ഒരു തീയതി എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പിന്നല്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ഇനിയിപ്പോ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. ശരി, എത്ര സിമ്പിൾ ആയാലും അതിനുണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ. ഞാനതെല്ലാം കഴിഞ്ഞേ പോകുന്നുള്ളൂ. സമാധാനമായോ? നിനക്ക് അറിഞ്ഞൂടാ അരുൺ, നീയും സ്നേഹയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന്. കേട്ടോടാ, ഇതിനു മുമ്പുള്ള എന്റെ അവസ്ഥ 2 തലയ്ക്കും തീ പിടിച്ച ഒരു കയറിന്റെ നടുക്ക് പിടിച്ച പോലായിരുന്നു. ഇപ്പൊ ഒരു ഭാഗം അണഞ്ഞു.
ഇനി ഒരു വശം കൂടിയുണ്ട്. ആവശ്യം വേണമെങ്കിൽ നമുക്ക് തല്ലിക്കെടുത്താവുന്നതേ ഉള്ളൂ. ഏതു വശം കരുതിട്ടാടാ മൈഥിലി പറഞ്ഞത്? കുടുംബത്തിന്റെ കാര്യത്തെക്കുറിച്ചാ. തല്ലിക്കെടുത്താൻ പോലും. ദേ മോളെ, ഇവനെ കൊണ്ട് അധികം സംസാരിപ്പിക്കണ്ട. നമുക്കങ്ങ് ഇറങ്ങിയാലോ? എന്നാ നമ്മൾ ഇറങ്ങുമെന്ന് സ്നേഹം വിളിച്ചെന്ന് പറഞ്ഞാലോ? ആ, അത് ശരിയാ. സ്നേഹയെ വിളിച്ച് പറഞ്ഞാലേ വഴിയിൽ നമുക്ക് പോകാനുള്ള വഴിയൊരുക്കി ബാക്കി വാഹനങ്ങളൊക്കെ മാറ്റി നിർത്തിക്കോളും. എന്താടാ ഫോൺ ചെയ്യില്ല എന്നൊരു തീരുമാനം എടുത്താ പിന്നെ ആര് പറഞ്ഞാലും ചെയ്യും. ചെയ്യാൻ അങ്ങ് തീരുമാനിച്ച പിന്നെ ആര് പറഞ്ഞാലും ഈ ഫോണിന് കൈ എടുക്കത്തുമില്ല. എന്താ വാ, നമുക്ക് ഇറങ്ങാം. വാ. ആ വരൂ ഫാദർ, വരൂ മൈഥിലി, ഇങ്ങോട്ടിരിക്കാം. ഇരിക്കും മൈഥിലി, ഇരിക്കും. ഈശോ, സ്നേഹ എവിടെ? ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. അവളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചടങ്ങാണല്ലോ. അപ്പൊ ഇനി അതിന്റെ ഒരുക്കങ്ങൾ കാണും. ഹാ, അതിനിവിടെ നമ്മൾ കുടുംബക്കാർ മാത്രമല്ലേ ഉള്ളൂ, പിന്നെന്തോ ഒരുക്കം. അക്കാര്യത്തിൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ അല്ല ഫാദർ. വീട്ടിനകത്തുള്ളവർ മാത്രമായ ചടങ്ങായാലും അവർക്ക് നന്നായി ഒന്ന് ഒരുക്കണം, അല്ലേ മൈഥിലി? അങ്ങനെയൊന്നുമല്ല. നന്നായി വസ്ത്രം ധരിക്കുന്നതിനെയും ശുദ്ധിയായിട്ട് നടക്കുന്നതിനെയും ഒരുക്കമെന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ട. മൈഥിലി മാമിനെ ഈ ഒരുക്കത്തിന് അത്ര സമയമൊന്നും വേണ്ട. അരുണിനെ നീ പുറപ്പെട്ടോ, ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുവാണെന്നും പറഞ്ഞ് 3-ാമത്തെ മിനിറ്റിൽ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആളവിടെ റെഡി ആയിട്ടുണ്ടാവും. ഫാദർ, കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇന്ന് തന്നെ തീരുമാനം എടുക്കണം. ആ, പിന്നല്ലാതെ നമ്മളിപ്പോ കുടുംബക്കാർ മൊത്തം ഇവിടെ ഇല്ലേടോ. വിവാഹം രജിസ്റ്റർ ഓഫീസിലാണെങ്കിലും ഞാൻ ക്ഷേത്രത്തിൽ ഒരു മംഗല്യ പൂജ പറഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ അരുണിന് വിരോധമൊന്നുമില്ലല്ലോ. അവനെന്ത് വിരോധം? താനോ രൂപമൊക്കെ മാറിയാലും ദൈവം ദൈവം തന്നെയല്ലേടോ. ഞാൻ പോവാം ഫാദർ. അയ്യോ, അവനൊരു അനുസരണ കണ്ടോ രംഗനാഥ? കാര്യങ്ങൾ ഈ രീതിയിൽ ഇവിടെ വരെ എത്തിച്ചവനാ ഈ വിനയം കാണിക്കുന്നതെന്ന് ഓർക്കണം. ഫാദർ പറഞ്ഞവനെ നാണം കെടുത്തരുത്. ആ, പിന്നെ മൈഥിലി, വിവാഹത്തോടനുബന്ധിച്ച് അവന് കുറച്ചു ദിവസം ലീവ് വേണം. എനിക്ക് ഇവരെയും കൂട്ടി എന്റെ നാട്ടിലൊന്ന് പോണം. ഇവൻ അവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഇവന്റെ പെണ്ണിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇവർക്ക് മാത്രമല്ല, രംഗനാഥനും വരാം. മൈഥിലിക്ക് സൗകര്യമുണ്ടേ മൈഥിലിക്കും വരാം. അയ്യോ, ഞാനില്ല ഫാദർ. എന്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ശരിയാവില്ല. ഫാദറിന്റെ നാട്ടിൽ നമുക്ക് പിന്നൊരിക്കൽ പോവാം. ഓ, നല്ല രസമുള്ള നാടാണ് മാം. മാഡത്തിന് നന്നായിട്ട് ഇഷ്ടമാവും. നിറയെ കൃഷികളും ഗ്രാമവാസികളും. അതൊക്കെ എനിക്ക് ഇഷ്ടാണ്. അതുകൊണ്ടാ കുറച്ചു നാൾ കഴിഞ്ഞു പോവാന്ന് പറഞ്ഞത്. എങ്കിൽ പിന്നെ എന്റെ വരവും കുറച്ചു നാൾ കഴിഞ്ഞിട്ടാവാം. ആ, മൈഥിലിക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ? തനിക്ക് എന്തോന്നു? അരുണേ, ഒന്നും നോക്കണ്ട, എല്ലാം പാക്ക് ചെയ്യുന്ന കൂട്ടത്തില് ഇയാളെയും കൂടി അങ്ങ് പാക്ക് ചെയ്തു. ആ അരുൺ, ഹോസ്പിറ്റലിലെ ആളുകൾക്കൊരു പാർട്ടി കൊടുക്കണ്ടേ? വേണം മാം. മാം തന്നെ എന്താന്ന് വെച്ച് തീരുമാനിച്ചോളൂ. അതും എന്റെ തലയിലേക്ക് എടുത്ത് വെക്കണ്ട. കല്യാണമൊക്കെ കഴിയട്ടെ, നിങ്ങളുടെ യാത്രയും കഴിയട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമുക്ക് ആഘോഷിക്കാം. ഓക്കെ? ഓക്കെ. ആ, അതാ അതിന്റെ ശരി. മോളെ, അച്ഛൻ കുറച്ചു കഴിയുമ്പോ എത്തും. ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അച്ഛൻ നേരെ ഇങ്ങോട്ടല്ലേ വരിക? അല്ലാതെ പിന്നെ മോളെ കാണാനല്ലേ അച്ഛൻ ആദ്യം വരിക. അങ്ങനെയല്ലേ വേണ്ടേ? കുടിച്ചാ, അച്ഛനോടൊരു കാര്യം പറയോ? എന്താ മോളെ? അമ്മ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ. അച്ഛന് വേറെ വീടുണ്ടല്ലോ. അച്ഛന് ഞാനും കൂടെ അങ്ങനെ ഏതെങ്കിലും വീട്ടിൽ നിന്നോളാം. അപ്പൊ എനിക്ക് പേടിയുണ്ടാവില്ലല്ലോ. കുട്ടിച്ചൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. കുട്ടിച്ചൻ പറയില്ല. എന്താ കാരണമെന്നറിയോ? അങ്ങനെ മോളുടെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതവന്റെ തോൽവിയാ. ആ നിമിഷം മുതൽ ചുറ്റുമുള്ളവർ സാരംഗാണ് ഏറ്റവും വലിയ തെറ്റുകാരനെന്ന് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വീടല്ലേ, നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടല്ലേ, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ മോളുടെ പേടി, അവിടെയാണ് കുട്ടിച്ചൻ അഭിപ്രായ വ്യത്യാസം ഉള്ളത്.
തെറ്റ് ചെയ്തവര് നമ്മളെ പേടിപ്പിക്കാൻ പല വഴിയും നോക്കും. നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയണം. അമ്മ രൂക്ഷമായി നോക്കിയാൽ തിരിച്ചും നോക്കണം. ഇപ്പൊ യാമിക്കുട്ടിക്ക് അമ്മയെ പേടിയാ. പക്ഷേ അമ്മ യാമിക്കുട്ടിയെ പേടിക്കുന്ന ഒരവസ്ഥ വരണം. മനസ്സിലായോ? അച്ഛനും മോളും എത്ര വിഷമിക്കുന്നുണ്ടെന്ന് കുട്ടിച്ചൻ അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നഷ്ടപ്പെട്ടു, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു. പക്ഷേ അമ്മയ്ക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഇപ്പോഴും ബാക്കിയുണ്ട്. അത് ശരിയാണോ? അതല്ലേ ഇല്ലാതാക്കേണ്ടത്. കുട്ടിച്ചൻ പറഞ്ഞത് മോക്ക് മനസ്സിലായോ? മോൾ അച്ഛന്റെ കൂടെ അവിടെ തന്നെ നിൽക്കണം. ശരി കുട്ടിച്ച, ഞാൻ ഇനി ഒന്നും വിട്ടുകൊടുക്കില്ല. അമ്മ ഇങ്ങോട്ട് പറഞ്ഞോ, ഞാൻ തിരിച്ചും പറയും. ആ മിടുക്കി. ഇങ്ങനെയാണ് ഇക്കാലത്ത് പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത്. ഇനി കുട്ടിച്ചന്റെ പ്രതീക്ഷ മുഴുവൻ നിന്നിലാണ്. ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ഇതുവരെ? ഏയ്, ഒരുങ്ങിയതൊന്നുമല്ല. പിന്നെന്താ അങ്ങോട്ട് വരാതിരുന്ന്? ഒന്നുമില്ല മാം. ഇരിക്ക്. അരുണുമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു തീർത്തോ? നന്നായി. ഇപ്പോ സ്നേഹ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ട സമയമാണ്, അറിയില്ലേ? അറിയാം. എന്തോ ചില തെറ്റിദ്ധാരണകൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. സ്നേഹ എന്നോട് പറഞ്ഞ വാക്കുകളും ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഫാദർ വിളിച്ച് സ്നേഹയുടെ അടുത്തേക്ക് പോണോന്ന് പറഞ്ഞപ്പോ ഞാൻ സന്തോഷത്തോടെയാ സമ്മതിച്ചത്. ചില നേരത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നമ്മളെ വേദനിപ്പിക്കും. വാക്ക് ചെറുതാണെങ്കിലും അതിന്റെ ആഴം വളരെ വലുതായിരിക്കും. കാരണം അത് ബന്ധത്തിന്റെ അളവാ. സ്നേഹ അന്ന് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴും എനിക്ക് ആ തോന്നലായിരുന്നു. സങ്കടമായിരുന്നോ നിരാശയായിരുന്നോ ഒന്നും എനിക്കറിയില്ല. സ്നേഹ അതൊക്കെ അങ്ങ് മറന്നു കളയണം. ഒരു കെട്ട സമയത്ത് നമ്മുടെ നാവിന്ന് ചിലതൊക്കെ വന്നു, അങ്ങനെ കരുതിയാ മതി. ആ പിന്നെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ അരുണിന് കുറച്ച് അധിക ദിവസം ലീവ് വേണമെന്നൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അവൻ ഒരാഴ്ച മതിയെന്നാ പറഞ്ഞ്. പക്ഷേ അതല്ല അതിന്റെ ഉദ്ദേശം. ഒരു 1 മന്ത് മതിയാവോ? എനിക്കറിയില്ല. 1 മന്ത് എടുത്തു. കാരണം ഇനിയിപ്പോ പെട്ടെന്ന് രണ്ടാളും അച്ഛനും അമ്മയാവാൻ പോവല്ലേ. അതിനു മുൻപേ കിട്ടുന്ന ദിവസങ്ങളാണിതൊക്കെ. ഒരു പക്ഷേ ജീവിതത്തിൽ നമുക്ക് എന്നും കൂട്ടിവെക്കാവുന്ന ഓർമ്മകൾ ഉണ്ടാക്കാവുന്ന ദിവസം. ലൈഫ് എൻജോയ് ചെയ്യുക. നിങ്ങൾ ചെറുപ്പല്ലേ. മാഡത്തിന് പറയാനുള്ളതൊക്കെ അരുണിനോട് പറഞ്ഞാൽ മതി. അവനോട് ഞാൻ പറയാം. പിന്നെ സ്നേഹയ്ക്കൊരു ചെറിയ പ്രസന്റ് വാങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നം. അന്ന് ആ മാല എന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞതല്ലേ. പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ അതിലേക്ക് വന്നുല്ലേ. സാരല്ല, എനിക്കതിലൊന്നും ഒരു വിഷമവും. അരുണും ഞാനും തമ്മിൽ നല്ലൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും മനസ്സിൽ തോന്നുന്ന എന്താണോ അതങ്ങ് തുറന്നു പറയണമെന്ന്. ഞാൻ പൂർണ്ണമായിട്ട് അതിന് തയ്യാറായിട്ടായിരിക്കുന്നത്. നല്ല കാര്യം. എനിവേ, ഞാനിപ്പോ അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് അങ്ങോട്ട് വിഷ് ചെയ്യുക. താങ്ക് യു. അമ്മമ്മേ, ഞാൻ പോട്ടെ. സാരംഗ് വന്നോ? വന്ന വഴിക്ക് അയാൾ എന്തോ തിരക്കിപ്പെട്ടു. അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. മോളെ ഒന്ന് വീട്ടിലേക്ക് ആക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ശരിയെന്നും പറഞ്ഞു. മോളിരുന്നേ. അച്ഛനോട് അമ്മുമ്മ വന്നൊന്ന് കാണാൻ പറയണം. അയാളുടെ ജോലികളിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോ അയാൾ ഓടി വരുന്നതല്ലേ ലക്ഷ്മി. പിന്നെന്തിനാ വെറുതെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്ക് കാണേണ്ട കാര്യമുണ്ട്. മോള് പറയുമല്ലോ അല്ലേ? പറയാം അമ്മമ്മേ.
മോളോട് അമ്മൂമ്മ ഒന്നുകൂടെ പറയാ, യദുക്കുട്ടനോട് മോൾ ഒരകലവും കാണിക്കരുത്. അവൻ നിന്റെ അനിയനാ. മോൾ അവനോട് വഴക്കിട്ട് മാറിയിരിക്കുമ്പോ അവൻ എത്ര സങ്കടം തോന്നുന്നുണ്ടാവും. അവൻ മോളുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ മോൾ അവന്റെ അടുത്തേക്ക് ചെല്ലണം, സംസാരിക്കണം. കൂടെ ഇരുന്ന് കളിക്കുകയും ചിരിക്കുകയും എല്ലാം വേണം. കുറച്ചു നാള് കഴിയുമ്പോ രക്തബന്ധത്തിന്റെ വിലയൊക്കെ മനസ്സിലായി വരുമ്പോ മോള് തിരിച്ചറിയും അതൊക്കെ തന്നെയാവും ബാക്കിയാവുക എന്ന്. അന്നെന്റെ കുട്ടിക്ക് സങ്കടപ്പെടാൻ ഇടയാവരുത്. എന്തോന്നാ ലക്ഷ്മി ഇത്? എന്ത് രക്തബന്ധം? മനുഷ്യരുടെ മനസ്സിൽ വിലയുള്ളത് സ്നേഹബന്ധത്തിനാ. മൈഥിലിയോടും സാരംഗിനോടും കുട്ടികളോടും നിനക്ക് രക്തബന്ധമുണ്ടോ? ഇല്ലല്ലോ. നീ അവരെ സ്നേഹിക്കുന്നില്ലേ? അവരെ തിരിച്ചും സ്നേഹിക്കുന്നില്ലേ? ഈ രക്തബന്ധം പറിച്ചിലും അതിന്റെ പേരിലുള്ള മുതലെടുപ്പൊക്കെ വെറും തട്ടിപ്പാ. അവനവന് ബുദ്ധിയുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണെന്നും വെറുക്കുന്നത് ആരാണെന്നും തിരിച്ചറിയാൻ പറ്റും. യാമി മോൾക്ക് അത് പറ്റുമെന്നായി എനിക്ക് തോന്നുന്നു. നമുക്ക് ഇറങ്ങാം മോളെ. എന്നാ ശരി അമ്മ. ഈശ്വരൻ സമാധാനം ഉണ്ടാക്കി തരട്ടെ. രംഗദാദാ, താനെടുത്തിരിക്കുന്ന തീയതി പറയടോ. അടുത്ത വ്യാഴാഴ്ചയാണ് നല്ല മുഹൂർത്തമുള്ളത്. അന്ന് നടത്താം. ഓ ആയിക്കോട്ടെ. അല്ല മൈഥിലി, സാക്ഷികളായിട്ട് ഞാനും മൈഥിലിയും. ഇനിയിപ്പോ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടോ? ബന്ധുക്കളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരെയും വിളിക്കണ്ടെന്നാണ് തീരുമാനം. ഈ അവസ്ഥ ഉൾക്കൊള്ളാൻ അവർക്കാർക്കും പറ്റുകയില്ല. എങ്കിൽ പിന്നെ അത് മതി. ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് കുഞ്ഞിന്റെ ചടങ്ങ് നടത്താമല്ലോ. അതുപോലെ അരുൺ. എല്ലാം മാമിന്റെ ഇഷ്ടം. ഞാൻ എന്റെ ബന്ധുക്കളെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അരുണിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരുന്നെങ്കിൽ വിരോധമില്ല കേട്ടോ. അവൻ അങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ ആരുമില്ല. ഉള്ളത് മൈഥിലിയാണ്. മൈഥിലിയുടെ കുടുംബമാണ്. മൈഥിലി ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. അരുണിനോട് അഭിപ്രായം ചോദിച്ചു. സ്നേഹയോട് എന്താ ഒന്നും ചോദിക്കാത്ത? സ്നേഹയ്ക്ക് അഭിപ്രായമൊന്നുമില്ലേ? എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഇപ്പൊ തീരുമാനിക്കുന്നത് ഞാനും അരുണും കാലാകാലത്തോളം ജീവിക്കേണ്ട കാര്യമല്ലേ. എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. അത് എല്ലാവർക്കും സമ്മതമായിരിക്കണം. എന്താ മോളെ? മോള് പറയട്ടോടോ രംഗനാഥ. സാധിച്ചു കൊടുക്കാവുന്ന കാര്യമാണെങ്കിൽ നമുക്കങ്ങ് സാധിച്ചു കൊടുക്കാലോ. അരുണും ഞാനും തമ്മിലുള്ള ജീവിതത്തില് ഒരതിശബ്ദം പോലും ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോ മൈഥിലി മാമുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം. മോളിത് എന്തൊക്കെയാ പറയുന്നത്? അത് വേണോ അച്ഛാ? വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെങ്കിലും അതൊരു അപവാദം തന്നെ ആയിരുന്നില്ലേ? ഞാൻ എന്തിനാ വെറുതെ അത് ചുമക്കുന്നത്? ഇതെന്റെ അഭിപ്രായം മാത്രമല്ല, തീരുമാനമാണ്. മൈഥിലി മാമുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇപ്പൊ ഈ നിമിഷം അവസാനിപ്പിച്ചെന്ന് അരുൺ പറയണം. അല്ലാതെ ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല. സ്നേഹ, അച്ഛാ, ഇതെന്റെ ജീവിതമാണ്. വിലക്കാനുള്ളത് ഇപ്പൊ വിലക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ കണ്ണീര് കുടിക്കേണ്ടി വരും. അരുൺ ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി.